അപ്പോൾ നമ്മളെല്ലാം ഒരു ഫോട്ടോസ് എടുക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് കുറച്ച് പേർക്കെങ്കിലും എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ലൈറ്റ് റൂം ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 5 ടൂൾ ഉപയോഗിച്ച് ലൈറ്റ് റൂമിൽ എങ്ങനെ വേറെ ലെവലായിട്ട് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അതുമായി ലൈറ്റ് ടൂളിൽ നിന്ന് തുടങ്ങാം. അതിന് വേണ്ടി ലൈറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ എക്സ്പോഷർ ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഫോട്ടോ അത്യാവശ്യം ഒരു കറക്റ്റ് എക്സ്പോഷറാണ് കിടക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോ അത്യാവശ്യം ഡാർക്ക് ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ ഒരു പൊടിക്ക് എക്സ്പോഷർ കൊടുക്കണം. അത്യാവശ്യം ലൈറ്റ് കൂടിയ ഫോട്ടോ ആണെങ്കിൽ കൃത്യം ഒരു പൊടിക്ക് കുറയ്ക്കുന്നത് നല്ലതാണ് ഈ എഡിറ്റിങ്ങിന്. അപ്പോൾ നമുക്കടുത്ത് കോൺട്രാസ്റ്റ് നോക്കാം. കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 20 എടുത്ത് നമുക്ക് കൂട്ടാം. പിന്നെ ഹൈലൈറ്റ്സ് ഏകദേശം ഒരു 100 വരെ നമുക്ക് കുറയ്ക്കാം. നമുക്ക് ഫുള്ള് കുറയ്ക്കുക. ഷാഡോസ് ആണ് അടുത്തത്. ഷാഡോസ് ഒരു 8 വരെ നമുക്കിവിടെ കൂട്ടാം. പിന്നെ അടുത്ത് വൈറ്റ്സ് ആണ്. വൈറ്റ്സ് ഏകദേശം ഒരു 16 വരെ നമുക്കിവിടെ കൂട്ടാം. നമുക്ക് ബ്ലാക്ക്സിലേക്ക് പോകാം. ബ്ലാക്ക്സ് ഏകദേശം ഒരു 56 വരെ നമുക്കിവിടെ കുറയ്ക്കാം. അപ്പം നമ്മുടെ ലൈറ്റ് ടൂളിൻ്റെ ബേസിക്കായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കഴിഞ്ഞു. നമുക്കിനി അടുത്ത കെയർ ടൂളിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു കെയർ കൂടി സെറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ ഇതേ കെയർവ് നിങ്ങളുടെ ഫോട്ടോയിൽ സെറ്റ് ചെയ്യുക. എന്നാലും കൃത്യം എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കെയറിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞു. നമുക്കിനി അടുത്തത് കളർ ടൂളിലേക്ക് പോകാം. കളർ ടൂളിൻ്റെ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 3 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ അടുത്ത വൈബ്രൻസ് ആണ്. വൈബ്രൻസ് ഒരു 32 വരെ നമുക്ക് കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഒരു 10 വരെ കുറയ്ക്കാം. നമുക്ക് ഇനി അടുത്ത കളർ ഗ്രേഡിങ്ങിലേക്ക് പോകാം. അതിന് നിങ്ങൾ മിക്സ് ടൂൾ സെലക്ട് ചെയ്യുക. അതും റെഡിൽ നിന്ന് തുടങ്ങാം. റെഡിൻ്റെ നമുക്ക് ഹ്യൂ ഏകദേശം ഒരു 2 വരെ കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 34 വരെ നമുക്കിവിടെ കുറയ്ക്കാം. പിന്നെ ലൂമിനൻസ് ഒരു 24 വരെ നമുക്ക് കൂട്ടാം. അടുത്ത റെഡിലേക്ക് പോവാം. റെഡിൻ്റെ അത് നമുക്ക് ഓറഞ്ചിൻ്റെ അത് നമുക്ക് ഏകദേശം ഒരു 2 വരെ നമുക്കിവിടെ ഹ്യൂ കൂട്ടണം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 30 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ ലൂമിനൻസ് ഏകദേശം ഒരു 80 വരെ നമുക്ക് കൂട്ടാം. അടുത്ത നമുക്ക് യെല്ലോയിലേക്ക് പോവാം. യെല്ലോയ്ക്ക് അത് ഹ്യൂ നമുക്ക് ഫുള്ള് കുറയ്ക്കാം. സാച്ചുറേഷൻ ഫുള്ള് കുറയ്ക്കുക. അതുപോലെ നിങ്ങൾ ഗ്രീനിലും പോവുക. ഗ്രീനിൻ്റെ അത് നിങ്ങൾ ഹ്യൂ ഫുള്ള് കുറയ്ക്കുക. സാച്ചുറേഷൻ കുറയ്ക്കുക. പിന്നെ ഒരു പൊടിക്ക് ലൂമിനൻസ് കൂട്ടുക. അടുത്ത നമുക്ക് അക്വയിലേക്ക് പോവാം. അക്വയ്ക്ക് ഞാൻ ഇവിടെ ഒരു സാച്ചുറേഷൻ പൊടിക്ക് കുറയ്ക്കുവാണ്. ശേഷം ലൂമിനൻസ് കൂട്ടുവാണ്. അതുപോലെ തന്നെ ബ്ലൂവിലും പൊടിഞ്ഞ ഇവിടെ ഒരു പൊടിക്ക് ഞാനിവിടെ ബ്ലൂവിൻ്റെ കുറച്ചിട്ടുണ്ട്. സാച്ചുറേഷൻ ഒരു 59 വരെയാണ് ഞാൻ ഇവിടെ സാച്ചുറേഷൻ കുറച്ചേക്കുന്നത്. ലൂമിനൻസ് ഞാൻ ഇവിടെ ഒരു 61 വരെ ഞാൻ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡിങ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് എഫക്ട്സിന് ഇവിടെ ക്ലാരിറ്റി ഒരു പൊടിക്ക് കുറയ്ക്കുവാണ്. DVS ഒരു പൊടിക്കും കൂട്ടി. ഇനി അടുത്ത് സ്പ്ലിറ്റ് ഓണിലേക്ക് പോവാം. സ്പ്ലിറ്റ് ഓണിൻ്റെ നമുക്ക് ഷാഡോസിൻ്റെ അകത്ത് ഹ്യൂ ഏകദേശം ഒരു 190 വരെ നമുക്ക് ഇവിടെ കൂട്ടണം. 190 വരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 10 വരെ. നമ്മൾ ഏകദേശം ഒരു വാല്യൂ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഡൺ കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഫോട്ടോയ്ക്ക് ഇതൊരു ഫേഡഡ് ലുക്ക് കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഒന്നുകൂടെ
ക്ലിയർ ടൂളിലേക്ക് പോവാം. നമുക്ക് അതിനുശേഷം നമുക്ക് ചെറിയൊരു ഫെയ്ഡ് സൈഡിൽ നിന്ന് കൊടുക്കാം. ചെറുതായിട്ടൊരു ഫെയ്ഡ് ലുക്ക് കിട്ടിയാൽ മതി. കണ്ടു കൊടുക്കാം. അപ്പം നമ്മുടെ എഡിറ്റിംഗ് കണ്ടുകൊണ്ട് നമുക്ക് ഇനി ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ലൈറ്റ് കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ പിന്നെ അടുത്ത വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും പുതിയ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു, എനിക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.